ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചാവക്കാട് മേഖലയിൽ ശക്തമായ ഇടിമിന്നൽ. മിന്നലേറ്റ് വീടിന്റെ ചുമര് തകർന്നു. മുൻ നഗരസഭാ കൗൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. ഒരുമനയൂരിൽ ഹോട്ടൽ കത്തിനശിച്ചു. ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിപ്പ്. വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ ആത്മവിശ്വാസം. പെട്രോളിനും ഡീസലിനും ഗാർഹിക LPG സിലിണ്ടറിനും വില ഉയരുമെന്ന സൂചന. പെട്രോൾ ഡീസൽ വില 5 രൂപ വരെ വർദ്ധിച്ചേക്കും. LPG സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെ വർദ്ധിക്കുമെന്ന സൂചന. കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കാട്ടുകരയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിച്ചത് സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണർമാരാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. RSSന്റെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഗവർണർമാർ നിലപാട് സ്വീകരിക്കുന്നതെന്നും മന്ത്രി. അതിരിപ്പള്ളി അരൂർമുഴിയിൽ അമ്മയെയും മകളെയും കാട്ടാന ഓടിച്ചു. കാട്ടാന ഓടിച്ചത് തിരുനാൾ കഴിഞ്ഞ് മടങ്ങി വരുന്നതിന്. കുണ്ടന്നൂർ തെക്കേക്കരപ്പാടത്ത് ജനവാസ മേഖലയ്ക്ക് മധ്യത്തിലെ ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിലെ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നത്. വാർത്തയിലേക്ക്. ചാവക്കാട് മേഖലയിൽ ശക്തമായ ഇടിമിന്നൽ. മിന്നലേറ്റ് വീടിന്റെ ചുമര് തകർന്നു. മുൻ നഗരസഭാ കൗൺസിലർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ഐനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യയും മുൻ കൗൺസിലറുമായ സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. കിടപ്പുമുറിയിലെ മേൽക്കൂര മിന്നലിൽ പൊട്ടിപ്പിളർന്നു. സിമന്റ് കഷ്ണങ്ങൾ ദേഹത്തേക്ക് പതിച്ചതോടെ ഇവർ പുറത്തേക്കോടി. പരിക്കേറ്റ 3 പേരെയും അയൽവാസികൾ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനോജിന്റെ കൈക്കും ദേഹത്തും പരിക്കുണ്ട്. മകൾ ധ്വനിയുടെ തലയ്ക്കാണ് പരിക്ക്. സ്മൃതിയുടെ കൈക്കും വയറിനും പരിക്കേറ്റു. വീട്ടിലെ വൈദ്യുതി മീറ്ററിന്റെ ബോർഡ് പൊട്ടിത്തെറിച്ചു. വാട്ടർ ടാങ്കിലേക്ക് പോയിരുന്ന പൈപ്പുകളും പൊട്ടി. വീടിന്റെ മുകളിലെ വാർപ്പിൽ കുഴി രൂപപ്പെട്ടു. ഇവിടെ ഇരുമ്പുകോണി ചാരി വെച്ചിരുന്ന ഭാഗം പൊട്ടിത്തെറിച്ച് തൊട്ടടുത്ത വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് ഒരുമനയൂരിൽ ഹോട്ടൽ കത്തിനശിച്ചു. കഴുത്താക്കല്ലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കായലോരം എന്ന റെസ്റ്റോറന്റാണ് കത്തിനശിച്ചത്. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും സ്പാർക്ക് അടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. പുലർച്ചെ 5 മണിക്കാണ് വിളിച്ച് പറയണത്. പിന്നെ ഇത് ഈ പോസ്റ്റില്ല, ഇതൊക്കെ നമുക്ക് കെട്ടാൻ പറഞ്ഞിട്ടുള്ളതാണ് അവരോട്. ഈ ലൈൻ കമ്പിയൊക്കെ അത് കൂട്ടിമുട്ടാണ്ടിരിക്കാനൊക്കെ കെട്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കാറ്റ് വരുമ്പോൾ ആടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പാർക്ക് വരും. പിന്നെ അവിടെ നിന്നാണ് ആ ലൈനിൽ നിന്ന് പോസ്റ്റിൽ നിന്നാണ് സ്പാർക്ക് വന്നത്. അവിടെ ഒന്നും ഈ കണക്ഷൻ ഇട്ടിട്ടില്ല. അവർക്ക് ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കാനുള്ള ജോയിൻ്റ് ഇട്ടിട്ടില്ല. അവിടെ നിന്ന് വന്നിട്ട് ഫ്രണ്ട് സൈഡാണ് കത്തിയിട്ടുള്ളത്. പിന്നെ ഇത് കിട്ടുമ്പോൾ നമുക്ക് തരിശായിട്ടാണ് കിട്ടിയത്. അത് നമ്മൾ വെച്ച് കെട്ടി ഉണ്ടാക്കിയതാണ്. 10-25 ലക്ഷം റുപ്യ അടുത്തായിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് മണ്ണടിച്ച് തൂർത്ത് അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു. പൊട്ടിത്തെറിയുടെ വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴാണ് റെസ്റ്റോറന്റ് കത്തുന്നതായി കണ്ടത്. റെസ്റ്റോറന്റിന്റെ മുകൾ ഭാഗം ഓല കൊണ്ട് മേഞ്ഞതായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും തകർന്നു. ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചതും സമീപത്ത് കാണാം. ഗുരുവായൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി റെസ്റ്റോറന്റ് നടത്തിപ്പുകാർ പറഞ്ഞു. TCV ന്യൂസ്, ചാവക്കാട്. ചങ്കിടിപ്പോടെ ഉറ്റുനോക്കുന്ന ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് കേരളം. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലയിൽ വോട്ടെണ്ണലിനും ഫലപ്രഖ്യാപനത്തിനും വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒബ്സർവർ, സ്ഥാനാർത്ഥികൾ, അവരുടെ ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ 7-ന് സ്ട്രോങ് റൂം തുറക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും.
ഓരോ ടേബിളിൽ നിന്നും മെഷീൻ, പോസ്റ്റൽ വോട്ട് എന്നിവ എണ്ണിയതിന്റെ സ്ലിപ്പ് ബന്ധപ്പെട്ട കൗണ്ടിംഗ് ഏജന്റുമാരിൽ നിന്നും ഒപ്പുവാങ്ങിയ ശേഷം കൗണ്ടിംഗ് സൂപ്പർവൈസർ ഒപ്പ് രേഖപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസറുടെ ഡയസിലെത്തിക്കും. റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ട ശേഷം ടാബുലേഷൻ ടീമിന് കൈമാറും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഫലം അപ്ഡേറ്റ് ചെയ്യും. കൗണ്ടിംഗ് ഹാളിലെ എല്ലാ നടപടികളും വീഡിയോയിൽ ചിത്രീകരിക്കും. ഹാളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് സമീപം സജ്ജീകരിക്കുന്ന മീഡിയ സെന്ററിൽ ഫലം തത്സമയം ലഭിക്കും. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ വിശകലനങ്ങൾ അവസാനിപ്പിച്ച് യഥാർത്ഥ ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിലാണ് ജില്ലയിലെ മുന്നണി കേന്ദ്രങ്ങൾ. കഴിഞ്ഞ 2 തവണയും LDFന്റെ സമഗ്ര ആധിപത്യമായിരുന്നു. അതിന് വിരാമമിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ജില്ലയിൽ UDFനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മാറ്റ് കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്ന പ്രകടനം NDA BJP ക്യാമ്പിനും അനിവാര്യം. എന്തായാലും കാത്തിരിക്കാം, ആര് വീഴും ആര് വാഴുമെന്നറിയാൻ. ന്യൂസ് ഡെസ്ക് TCV. എല്ലാ എക്സിറ്റ് പോളുകൾക്കും വില കൽപ്പിക്കുന്നില്ലെന്നും അതെല്ലാം ജനം തള്ളുമെന്നും 3ാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും MLA UR പ്രദീപ്. ഇടതുമുന്നണി ഇത്തരം പ്രവചനങ്ങളെ ഗൗരവമായി കാണുന്നില്ലെന്നും UR പ്രദീപ് പ്രതികരിച്ചു. 2016-ൽ താൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമുണ്ട്. 2021-ൽ ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന പ്രവചനങ്ങളെയും ജനവിധി അതിജീവിച്ചു. കേരളത്തിൽ 3ാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും UR പ്രദീപ് കൂട്ടിച്ചേർത്തു. ചേലക്കരയിൽ UR പ്രദീപ് തോറ്റുപോയി. തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിലും 12 ജയിക്കും, ചേലക്കര പോകും എന്ന് അന്ന് എക്സിറ്റ് പോൾ പറഞ്ഞതാണ്. അന്നത് വളരെ ഭയത്തോടു കൂടി നോക്കിക്കണ്ടപ്പോൾ ജനം വളരെ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് തുടർ ഭരണം അല്ലെങ്കിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിന് സഹായിച്ച ഒരു മണ്ഡലം കൂടിയാണ്. ശേഷം 2021 നാം കണ്ടതാണ്. 2021 എക്സിറ്റ് പോൾ പറഞ്ഞതാണ് കേരളത്തിൽ വീണ്ടും UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് അന്ന് പറഞ്ഞതാണ്. എന്നാൽ അതെല്ലാം ജനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥ ഒരു തീരുമാനമെടുത്തത്. 3ാം പിണറായി സർക്കാർ നിലവിൽ വരുമെന്നും NCPS ഈ സർക്കാരിന്റെ ഭാഗമായിരിക്കുമെന്നും NCPS സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ MLA പറഞ്ഞു. NCPS ജില്ലാ ജനറൽ ബോഡി യോഗം തൃശൂർ മോത്തി മഹൽ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷക്കാലത്തെ LDF ഭരണത്തിൽ സംസ്ഥാനത്തുണ്ടായ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പകരം വയ്ക്കാൻ രാജ്യത്തെ ഇതര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് CL ജോയി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ, NCPS സംസ്ഥാന ജനറൽ സെക്രട്ടറി VG രവീന്ദ്രൻ, സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, വേണു വെണ്ണറ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ EA ദിനമണി, M പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുമെന്ന റിപ്പോർട്ടുകൾ. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെ കൂടിയേക്കും. LPG ഗാർഹിക സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെ വില വർദ്ധിക്കുമെന്നാണ് സൂചന. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് വില വർധനവിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ എണ്ണ വിപണന കമ്പനികൾ ശക്തമായ സമ്മർദ്ദമാണ് കേന്ദ്ര സർക്കാരിൽ ചെലുത്തുന്നത്. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ പെട്രോൾ ഡീസൽ വിലയും കൂടുമെന്ന സൂചനകൾ സംസ്ഥാനത്തെ ഹോട്ടൽ കാറ്ററിംഗ് മേഖലകളെ ആശങ്കയിലാഴ്ത്തുന്നു. ലക്ഷക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമാണ് രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വൻ വർധനവ് വന്നത് കാറ്ററിംഗ് മേഖലയ്ക്ക് ഇരുട്ടടിയായി. പല ഓർഡറുകളും മാസങ്ങൾക്ക് മുൻപേ ലഭിച്ചതാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന വിലവർധനവിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്ലേറ്റിന് 50 രൂപ മുതൽ 60 രൂപ വരെ കൂട്ടേണ്ടി വരും. എന്നാൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവരോട് ഇക്കാര്യം പറയാൻ കഴിയില്ലെന്ന് കേറ്ററേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ തന്നെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യതയിൽ ബുദ്ധിമുട്ടുകളുണ്ട്. വിവാഹ സീസൺ ആയതിനാൽ നിരവധി ഓർഡറുകൾ ലഭിക്കുന്ന സമയത്താണ് താങ്ങാനാകാത്ത ഭാരം ഈ മേഖലയെ ബാധിക്കുന്നത്. പാചകവാതകത്തിനൊപ്പം അരി, എണ്ണ, പച്ചക്കറി, മാംസം, മസാല സാധനങ്ങൾ എന്നിവയ്ക്കും വില വർദ്ധിച്ചു. ഗതാഗത ചിലവും കൂടി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് കാറ്ററേഴ്സ് അസോസിയേഷൻ. ഈ മാസം 10-ന് അടുക്കളകൾ അടച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബാലൻ കല്യാണി, തൃശൂർ ജില്ലാ പ്രസിഡന്റ് PM ഷമീർ, വർക്കിംഗ് സെക്രട്ടറി സുനിൽ കുമാർ, ട്രഷറർ അബ്ദുൾ അസീസ് എന്നിവർ അറിയിച്ചു. ഈ മാസം 6-ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. TCV തൃശൂർ.
കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 2:30 തൃശൂർ റോഡിലാണ് അപകടമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സും തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന മറ്റൊരു ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഭാഗത്തു നിന്നും വന്ന ബസ് ഒനീറോ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്ന് വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. മണ്ണുത്തി മുക്കാട്ടുകരയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. എതിർദിശയിൽ നിന്നും വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ ആംബുലൻസ് വെട്ടിച്ചു മാറ്റിയപ്പോൾ നിയന്ത്രണം വിട്ട് സമീപത്തെ അഗ്രോ നഴ്സറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മറ്റൊരു കാറിലും ആംബുലൻസ് ഇടിച്ചു. രോഗിയെ മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിച്ചത് സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണർമാരാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. RSSന്റെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് അവർ ഈ നിലപാട് സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഓൾ കേരള പ്രൈവറ്റ് കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ 11ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർവകലാശാലകളുടെ ഭരണനിർവഹണത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഒരു അധികാരവുമില്ലെന്ന നിലപാടാണ് UGC സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ KK അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. സാരഥി ഡോക്ടർ P ഭാനുമതിയെ ചടങ്ങിൽ ആദരിച്ചു. മേഖലാ സെക്രട്ടറിമാരായ ഡോക്ടർ വാസുദേവൻ പിള്ള, പ്രൊഫസർ PG സുകുമാരൻ നായർ, സംഘടനാ ജനറൽ സെക്രട്ടറി TN വെങ്കടേശ്വരൻ, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K പ്രദീപ് കുമാർ, പ്രൊഫസർ KM ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. Discover is love I go there. La Crème de la Fraîcheur. French Diary Ice Creams, a taste factory. വാർത്തയിലേക്ക്. അതിരപ്പള്ളി അരൂർ മുഴിയിൽ ഊട്ടുതിരുന്നാൾ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന അമ്മയെയും മകളെയും കാട്ടാന ഓടിച്ചു. റോഡരികിലെ വീട്ടിൽ ഓടിക്കയറിയാണ് ഇരുവരും രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 11 മണിക്കായിരുന്നു സംഭവം. വെറ്റ്ലപ്പാറ 14 താമസിക്കുന്ന പറമ്പി വീട്ടിൽ സോജുവിന്റെ ഭാര്യ നിൽബി, മകൾ സോന എന്നിവരാണ് ആനയുടെ മുന്നിൽ അകപ്പെട്ടത്. അരൂർമുഴി സെന്റ് പോൾസ് പള്ളിയിലെ ഊട്ടുതിരുനാളിന് ശേഷം 2.5 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ഇരുവരും. പെട്ടെന്ന് എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നും കയറി വന്ന കൊമ്പനാനയെ കണ്ട് ഇരുവരും തിരിഞ്ഞോടി. ഇവരെ പിന്തുടർന്ന് ആനയും എത്തി. ഇതിനിടെ സമീപത്തെ ബിജു എന്ന യുവാവിന്റെ വീട്ടിലേക്ക് അമ്മയും മകളും ഓടിക്കയറി. തുടർന്ന് ബിജു നാട്ടുകാരെ വിളിച്ചുകൂട്ടി ആനയെ ഓടിച്ചുവിടുകയായിരുന്നു. എരുമപ്പെട്ടി കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിലെ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെയാണ് കുണ്ടന്നൂർ പാടശേഖരത്തിലെ ഒറ്റമുറി കെട്ടിടത്തിൽ വെടിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കടുത്ത വേനൽച്ചൂടിൽ പാടത്തിന് നടുവിലെ ഈ കെട്ടിടം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണിപ്പോൾ. ഇതിനുള്ളിൽ എത്രത്തോളം വീര്യമുള്ള സ്ഫോടക വസ്തുക്കളാണുള്ളതെന്ന് നാട്ടുകാർക്കോ അധികൃതർക്കോ വ്യക്തമായ ധാരണയില്ല. 100 മീറ്ററിനുള്ളിൽ സ്കൂളും പള്ളിയും 70 മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇപ്പോൾ വലിയൊരു ഭീതിയിലാണ്. അടുത്തിടെ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുണ്ടന്നൂർ നിവാസികളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ്. മുൻപ് കുണ്ടന്നൂർ പാടശേഖരത്തിൽ വെടിക്കെട്ടുശാല പൊട്ടിത്തെറിച്ച് ഒരു തൊഴിലാളി മരിക്കുകയും മേഖലയിലെ വീടുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും വൻതോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഈ ദുരന്തത്തിന്റെ നടുക്കം മാറാത്ത നാട്ടുകാർക്ക് മുന്നിലാണ് അധികൃതർ കരിമരുന്ന് ശേഖരം മാറ്റാതെ ഇട്ടിരിക്കുന്നത്. ജനസാന്ദ്രത കൂടിയ സ്ഥലത്തുനിന്ന് ഈ സാധനം ഇവിടുന്ന് മാറ്റം ഞങ്ങൾക്ക് പേടിച്ചിട്ടായിരിക്കണം. ഇത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടുന്ന് മാറ്റും വേണം. ആ കെട്ടിടം ഇവിടുന്ന് പൊളിച്ച് മാറ്റും വേണം. കൃഷിപ്പാടത്തിന്റെ നടുക്കലാണ് നിൽക്കണം. ഈ കൃഷിപ്പാടം എന്ന് പറയുമ്പോൾ ഒരു ഓരം ചേർന്നിട്ടുള്ള കൃഷിയാണ്. ഒരു 10 വറ കണ്ടത്തിന് വീതിയുള്ളൂ. അതിനകത്ത് പിന്നെയൊക്കെ ഞങ്ങളുടെ വീടുകളാണ്, അങ്ങാടിയുടെ വീടുകളാണ്.
അപ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ മുണ്ടത്തിയോട് ഉണ്ടായില്ലേ, കുറേ കാശും പണവും കൊടുത്തിട്ടൊന്നും ജീവൻ തിരിച്ചു കിട്ടില്ല. ആ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങളിത് പറയണത്. എത്രയും പെട്ടെന്ന് അത് നിർവീര്യമാക്കിയേ പറ്റൂ. ആ ബിൽഡിംഗ് അവിടുന്ന് പൊളിച്ച് മാറ്റി തന്നെ വേണം. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ കരിമരുന്ന് ശേഖരം എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV എരുമപ്പെട്ടി. കൊടുങ്ങല്ലൂരിൽ വൈദ്യുതി ലൈനിലെ അറ്റകുറ്റപ്പണിക്കിടെ ലൈൻമാന് ഷോക്കേറ്റു. കൊടുങ്ങല്ലൂർ നമ്പർ 1 സെഷനിലെ ലൈൻമാൻ മേത്തല ആനാപ്പുഴ സ്വദേശി സുനിൽകുമാറിനാണ് ഷോക്കേറ്റത്. ചന്തപ്പുരയിൽ മലബാർ ഗോൾഡിന് സമീപമുള്ള ട്രാൻസ്ഫോമറിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടയിലായിരുന്നു അപകടം. കൈക്ക് പൊള്ളലേറ്റ ഇയാളെ സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറ്റകുറ്റപ്പണിക്കിടെ വൈദ്യുതി പ്രവാഹമുണ്ടായത് എങ്ങനെയാണെന്ന് വ്യക്തമല്ല. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. പരിശീലനത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്ക് സംസ്ഥാന പോലീസ് മേധാവി ട്രോഫികൾ സമ്മാനിച്ചു. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ CP അജിത് കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അക്കാദമി ഡയറക്ടർ സേതുരാമൻ സന്നിധനായിരുന്നു. 60 പേരാണ് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായത്. in how it treats ചുവടുവെക്കുന്ന 32K ബാച്ചിലെ എല്ലാ സബ് ഇൻസ്പെക്ടർമാർക്കും പ്രതീക്ഷയും അഭിമാനവും നിറഞ്ഞ ഹൃദയങ്ങളോടെ നമുക്ക് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 4ാം ഉത്സവ ദിവസം രാവിലെ നടന്ന ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. ബാസ്റ്റിൻ വിനയസുന്ദർ സംഗമേശ്വരന്റെ തിടമ്പേറ്റി. പല്ലാട്ട് ബ്രഹ്മദത്തനും കുട്ടൻ അർജുനനും കൂട്ടാനകളായി. പെരുവന്നൻ സതീശന്മാരുടെ നേതൃത്വത്തിലുള്ള 100ഓളം കലാകാരന്മാരുടെ പഞ്ചാരിമേളം 4ാം ഉത്സവത്തിന് മാറ്റിയേകി. വൈകിട്ട് ക്ഷേത്രത്തിൽ വിളക്കാഘോഷം നടക്കും. ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള വേദിയിൽ നിരവധി കലാപരിപാടികൾ അരങ്ങേറും. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ കല്യാണ സൽക്കാരത്തിനിടെ കൂട്ടത്തല്ല്. നിരവധി പേർക്ക് പരിക്കേറ്റു. ആനാപ്പുഴ പാലിയന്തുരുത്തിൽ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. പാത്രങ്ങൾ കൊണ്ടുള്ള ഏറിൽ ഒരു കുട്ടി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂർ 9ാം വാർഡ് വെങ്ങിലശ്ശേരിയിൽ വീട്ടിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. ഒലക്കേങ്കിൽ ആനമുട്ടി ഷീല ബെനഡിക്റ്റിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ചായ്പിലാണ് പാമ്പിനെ കണ്ടത്. നായ കുരയ്ക്കുന്നത് കേട്ട് വീട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. വാർഡ് മെമ്പർ ബദുൽ സൈമണിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഫോറസ്റ്റ് റെസ്ക്യൂ ഫോഴ്സ് സംഘം അഷ്റഫ് പഴവൂർ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. വ്യാപാരി വ്യവസായി സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ മരണാനന്തര ധനസഹായമായ 5 ലക്ഷം രൂപ സമിതി ചാലക്കുടി ഏരിയ വൈസ് പ്രസിഡന്റായിരുന്ന കോളിൻസ് പോളിന്റെ കുടുംബത്തിന് കൈമാറി. സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് തെക്കേത്തല ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി മിത്ര തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ലതീഷ് നാരായണൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി PS സന്തോഷ്, സമിതി കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ, TV സുരേഷ് കുമാർ, CK വിൻസൻ, രാജഗോപാൽ, ബാബു തോമസ്, AK പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറപ്പൂർ യൂണിറ്റ് 43ാമത് വാർഷികം ആഘോഷിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് PP ജോണി അധ്യക്ഷത വഹിച്ചു. ഫാദർ പോൾ തെക്കനാത്ത് ഭദ്രവിവാഹ സമ്മാനം വിതരണം നിർവഹിച്ചു. VT ജോർജ്, നൈസൻ മാത്യു, ജിൻജോ തോമസ്, ജോൺസൺ പോൾ, CT ഡേവിസ്, റീത്ത തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോക തൊഴിലാളി ദിനാചരണത്തോടനുബന്ധിച്ച് മാനവശ്രീ പുരസ്കാര ജേതാവ് ഗിരീഷ് ഏറാട്ടിനെ വസതിയിലെത്തി അനുമോദിച്ചു. മാധ്യമപ്രവർത്തകനായ സായൂജ് തൃപ്രയാറിനെയും ചടങ്ങിൽ അനുമോദിച്ചു. മണപ്പുറം സമീക്ഷ ചെയർമാൻ MB സജീവൻ ലോക തൊഴിലാളി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, കവി ദിനേശ് രാജ, പോൾ പുലിക്കോട്ടിൽ, ഹരിദാസൻ ചെമ്മാപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കൈപ്പറമ്പ് മദർ തെരേസ ചർച്ചിൽ അഗാപ്പെ ദിനം ആചരിച്ചു.
മോട്ടിവേഷൻ സ്പീക്കർ സിജു തോട്ടപ്പള്ളി ക്ലാസ് എടുത്തു. വികാരി ഫാദർ വർഗീസ് ചിറമൽ, കൈകാരൻ ഡേവിസ് കൊള്ളന്നൂർ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ഇടവകയിലെ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ 30ഓളം വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകി. മയക്കുമരുന്ന് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കിഴുപ്പുള്ളിക്കര ജനകീയ സമിതിയും ആന്ത്രോപോവ് സോക്കേഴ്സും സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി ചെയർമാൻ PB അനിൽ അധ്യക്ഷനായി. വാർഡംഗം സജിത സുനിൽകുമാർ, ഷീബ രാമചന്ദ്രൻ, ജനകീയ സമിതി കൺവീനർ TV ദീപു, PM ഹബീബുള്ള, ബഷീർ ബാവ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ സാഹചര്യം കണക്കിലെടുത്ത് തൃശൂർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂരിനു പുറമെ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് ഇന്റിമേറ്റ് ക്ലബ്ബും ഗോൾഡൻ റോപ്സ് ക്ലബ്ബും സംയുക്തമായി അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. പള്ളിനട RCUP സ്കൂൾ മൈതാനത്ത് നടന്ന വടംവലി മത്സരം കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് ഉദ്ഘാടനം ചെയ്തു. വികാരി ജിജോ ചാക്യത്ത് അധ്യക്ഷനായി. ഊട്ടുതിരുനാൾ ജനറൽ കൺവീനർ ബോബി മാളിയേക്കൽ, ഫാദർ സീമോൻ കാഞ്ഞിത്തറ, ഗോൾഡൻ റോപ്സ് ക്ലബ്ബ് പ്രസിഡന്റ് സുബിൻ കണ്ടേങ്ങാട്ടിൽ, ഇന്റിമേറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് ജോയ് പണ്ടാരി തുടങ്ങിയവർ സംസാരിച്ചു. 4 ജില്ലകളിൽ നിന്നായി 16ഓളം ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഹായ് ഫ്രണ്ട്സ് കയ്പമംഗലം 1ാം സ്ഥാനവും ഇന്റിമേറ്റ് കയ്പമംഗലം 2ാം സ്ഥാനവും നേടി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ പ്രകാശ് പുത്തൂർ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര സഹകാർമ്മികനായി. കൈകാര്യന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ, തിരുനാൾ ജനറൽ കൺവീനർ ലോറൻസ് നീലങ്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ചയാണ് തിരുനാൾ. വള്ളത്തോൾ നഗർ പഞ്ചായത്തിന്റെയും സമീപ പ്രദേശങ്ങളിലെയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടെ ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് സ്പേസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ PM അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, രക്ഷാധികാരി KK മുരളീധരൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ, ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KJU സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. തൃപ്രയാറിൽ നടന്ന സ്ഥാപക ദിനാചരണം KJU സംസ്ഥാന സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസ് വവേലി, സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് താടിക്കാരൻ, ജില്ലാ സെക്രട്ടറി സ്റ്റാൻലി K സാമുവൽ, ജില്ലാ ട്രഷറർ NP ഉദയകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KR മധു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അബ്ബാസ്, വീര ഉണ്ണി, EC അനിൽ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 49 വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ മുന്നിട്ട് നിൽക്കുന്ന വിക്ടറി ITIയുടെ സ്ഥാപകനും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായിരുന്ന R ഗണേഷ് മാസ്റ്ററുടെ 23ാം അനുസ്മരണം സംഘടിപ്പിച്ചു. ഒല്ലൂക്കര വിക്ടറി ITIയിൽ ചേർന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ ഗണേഷ് മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അദ്ദേഹം അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. വിക്ടറി ITIയുടെ സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കുള്ള സാനിറ്ററി കിറ്റുകൾ
പട്ടിക്കാട് സ്നേഹാലയത്തിലെ അന്തേവാസികൾക്ക് നൽകുന്നതിനായി സ്നേഹാലയം ഇൻചാർജുമാരായ പോളി പീറ്റർ എന്നിവർക്ക് കൈമാറി. ചടങ്ങിൽ കോർപ്പറേഷൻ കൗൺസിലർമാരായ ശ്യാമള മുരളീധരൻ, കെ ഗോപാലകൃഷ്ണൻ, വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ, സംഘാടക സമിതി ചെയർമാൻ P രാമചന്ദ്രൻ, ഷൈനി ഗണേഷ്, ഹരിത പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിക്ടറി കുടുംബാംഗങ്ങൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ, വിക്ടറി ITI ഒല്ലൂക്കര, തൃശൂർ ടൗൺ, ഇരിങ്ങാലക്കുട, എടപ്പാൾ എന്നിവിടങ്ങളിലെ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും സംബന്ധിച്ചു. 4.5 പതിറ്റാണ്ടായി തൊഴിലാളികളുടെ നേതാവായി പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് TK ദേവസിയുടെ 90ാമത് ജന്മദിനം എരുമപ്പെട്ടിയിലെ INTUC ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. യൂണിയൻ രൂപീകരിച്ച 1980 മുതൽ 45 വർഷം അദ്ദേഹം യൂണിയന്റെ പ്രസിഡന്റായിരുന്നു. യൂണിയന്റെ വാർഷിക പൊതുയോഗം യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PS സുനീഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MC ഐജു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ്, INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട, MM സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളത്തേരി 48 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അഖില കേരള വൈവ്സ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, വാർഡ് മെമ്പർ PA അശോകൻ, ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് സിനാൻ, സെക്രട്ടറി നിവേദ് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. പ്രേമികളായിട്ടുള്ള പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ 8ാം തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. 8ാം തിരുനാളിനോടനുബന്ധിച്ച് രാവിലെ 5:30-നും 6:30-നും 7:30-നും 8:30-നും വൈകിട്ട് 5-നും 6-നും തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യബലി ഉണ്ടായിരിക്കും. 10 മണിക്കുള്ള ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബെനറ്റ് എടാട്ടുകാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ബിനോയ് ആലപ്പാട്ട് വചന സന്ദേശം നൽകും. ഫാദർ അജിൽ മാങ്ങാൻ സഹകാർമ്മികനാകും. തീർത്ഥകേന്ദ്രം റക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി 8ാം തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. രാത്രി 8 മണിക്ക് തെക്ക് സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുസന്നിധി ബാൻഡ് വാദ്യ മത്സരം അരങ്ങേറും. ചന്ദ്രപൊങ്കാല മഹോത്സവത്തിന് മുള്ളൂർക്കര ഇരുന്നിലക്കോട് മഹാദേവ ക്ഷേത്രം വേദിയായി. ശാന്തി രാജീവ് പൂജ ചെയ്ത ഭദ്രദീപം ക്ഷേത്രത്തിൽ നിന്ന് ഭാരവാഹികളുടെയും മറ്റ് നേതൃത്വത്തിൽ പൊങ്കാല നടക്കുന്ന സ്ഥലത്തെത്തിച്ചു. ശ്രീജ ശങ്കർ പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. CBSE തൃശൂർ സെൻട്രൽ സഹോദയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബിനു കെ രാജ്, വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി ഡോക്ടർ A രാധാകൃഷ്ണൻ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, പറപ്പൂക്കര പഞ്ചായത്ത് അംഗം KS ജോൺസൺ, വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി NP മുരളി, സെക്രട്ടറി KS സുഖേഷ്, ട്രഷറർ തിലകൻ അയ്യഞ്ചിറ, മാനേജർ C രാഗേഷ് എന്നിവർ സംസാരിച്ചു. പമ്പയിൽ പ്രണയരൂപനായി വന്നുദിച്ചൊരൻ ഗണപതിയെ ഗംഗാധരസുത ഗണപതിയെ കോടാലി മാങ്കുറ്റിപ്പാടത്തുള്ള പുര ആർട്ട് കഫേയിൽ കുട്ടികൾക്കായുള്ള ത്രിദിന ചിത്രശില്പകലാ ക്യാമ്പ് ആരംഭിച്ചു. ചിത്രകലാ അധ്യാപിക പ്രിയ ഷിബുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പിൽ കലാകാരന്മാരായ സുനിൽ സബരിയ, TG വിമൽ, ആനന്ദ് രാമൻ, ക്രിസ്റ്റോ ജോസ്, നിഷാന്ത്, അഭിനന്ദ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ ക്യാമ്പ് സന്ദർശിച്ചു. ഞായറാഴ്ച ക്യാമ്പ് സമാപിക്കും. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ ഞായറാഴ്ച നടക്കുന്ന ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ജോർജ് മംഗലൻ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഊട്ടുവെഞ്ചരിപ്പ് നടത്തുന്നതോടെ നേർച്ച ഊട്ടിന് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 2 വരെയാണ് ഊട്ടുനേർച്ച നടക്കുന്നത്. 20,000-ഓളം പേർക്കാണ് ഈ വർഷം നേർച്ച സദ്യ ഒരുക്കുന്നത്.
പേരാമ്പ്ര ഡ്രീം സിറ്റി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർമാൻ സെബി വട്ടോലി, സോൺ ചെയർമാൻ പി.ഡി. ജോൺസ്, ക്ലബ് സെക്രട്ടറി ജോണി മാഞ്ഞാങ്ങ, മീഡിയ കോർഡിനേറ്റർ കെ.ഒ. വർഗീസ് എന്നിവർ സംസാരിച്ചു. ക്രിസ്ത്യൻ സഭകൾ കടന്നുപോകുന്നത് വലിയ വെല്ലുവിളികളിലൂടെയാണെന്ന് പൗരസ്ത്യ കൽദായ സുറിയാനി സഭ ആഗോള പരമാധ്യക്ഷൻ മാർ ആവാ തൃതീയൻ പാത്രിയാർക്കീസ് അഭിപ്രായപ്പെട്ടു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ഇന്ത്യയിലെ ദിവംഗതരായ പിതാക്കന്മാരുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭകൾ തമ്മിലുള്ള ഐക്യത്തിനു വേണ്ടി എപ്പോഴും ശ്രമിക്കണം. കേരളത്തിൽ സഭകൾ തമ്മിൽ വളരെ നല്ല എക്യുമെനിക്കൽ ബന്ധം നിലനിൽക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പാത്രിയാർക്കീസ് പറഞ്ഞു. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, മോർ കുര്യാക്കോസ് സേവിറിയസ്, സിറിൽ മാർ ബസേലിയോസ, ഡോക്ടർ ഗീവർഗീസ് മാർ യൂലോസ്, ഡോക്ടർ മാത്യൂസ്, മാർ മക്കാറിയോസ്, കുര്യാക്കോസ് മോർ ക്ലിമിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചാവക്കാട് മേഖലയിൽ ശക്തമായ ഇടിമിന്നൽ, മിന്നലേറ്റ് വീടിന്റെ ചുമര് തകർന്നു. മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. ഒരുമനയൂരിൽ ഹോട്ടൽ കത്തി നശിച്ചു. ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിപ്പ്. വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ ആത്മവിശ്വാസത്തിൽ. പെട്രോളിനും ഡീസലിനും ഗാർഹിക LPG സിലിണ്ടറിനും വില ഉയരുമെന്ന സൂചന. പെട്രോൾ ഡീസൽ വില 5 രൂപ വരെ വർദ്ധിച്ചേക്കും. LPG സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെ വർദ്ധിക്കുമെന്ന സൂചന. കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മുക്കാട്ടുകരയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിച്ചത് സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണർമാരാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. RSSന്റെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഗവർണർമാർ നിലപാട് സ്വീകരിക്കുന്നതെന്നും മന്ത്രി. അതിരപ്പിള്ളി അരൂർമൊഴിയിൽ അമ്മയെയും മകളെയും കാട്ടാന ഓടിച്ചു. കാട്ടാന ഓടിച്ചത് തിരുനാൾ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെ. കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് മധ്യത്തിലെ ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിലെ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.